അപ്പൊ വളരെ വ്യക്തമായി അദ്ദേഹം പറയാ. ഇത് ഞാൻ മുമ്പൊരിടത്ത് പറഞ്ഞപ്പോ ജമാഅത്തുകാർ മറുപടിയോട് മറുപടി. ജമാഅത്തുകാർ സാധാരണ പറയാറുണ്ട് ഞങ്ങൾ ആരെയും വിമർശിക്കാറില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി ഒന്ന് വിമർശിച്ചു നോക്കണം. ജമാഅത്തെ ഇസ്ലാമി ഒന്ന് വിമർശിച്ചു നോക്കണം. നാട് നീളെ കേരളത്തിന്റെ മുക്കുമൂലകളിൽ ജമാഅത്തുകാർ മറുപടി പറഞ്ഞിട്ടും തീരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവനിഷേധികൾ, ദൈവമില്ലെന്ന് പറയുന്നവൻ, അതുപോലെ തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതാക്കന്മാർ സോളിഡാരിറ്റിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ആ രംഗത്തിന് മറുപടി പറയാണ് സോളിഡാരിറ്റിക്കാർ. എന്താ മറുപടി എന്നറിയോ? അവരൊന്നും ഞങ്ങളുടെ നേതാക്കന്മാരല്ല, നേരെ ഞങ്ങളുടെ അനുയായികളാണ്. അവരൊന്നും ഞങ്ങൾ നേതാക്കളാക്കിയിട്ടില്ല, ഞങ്ങളുടെ അനുയായികളാണ്. ആര്? ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആൾക്കാരും അതുപോലെ മറ്റുള്ള ആൾക്കാരും ഒക്കെ ഞങ്ങളുടെ അനുയായികളാണെന്ന്. ഇത് നിങ്ങളല്ലല്ലോ പറയേണ്ട, അവരല്ലേ. നിങ്ങൾക്ക് അവരെ കൊണ്ട് പറയിക്കാമോ നിങ്ങളുടെ സോളിഡാരിറ്റിയുടെ അനുയായികളാണ്, പിന്നെ നിൽക്കുന്ന ആൾക്കാരാണ് അവര് എന്ന് പറയാൻ പറ്റുമോ? അവർക്ക് ഇല്ല. മാത്രല്ല, ഈ ആളുകൾ തന്നെ, സോളിഡാരിറ്റിക്കാർ തന്നെ ഗ്രോവാസുവിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഗ്രോവാസു സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നു. സോളിഡാരിറ്റിക്കാര് അത് ഏറ്റുചൊല്ലുന്നു. ഫോട്ടോ വന്നത് എവിടെ? മാധ്യമത്തിന്. നിഷേധിക്കാൻ പറ്റുമോ? ഗ്രോവാസുവാണ് മുന്നിൽ നിന്നുകൊണ്ട് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. ഏറ്റുചൊല്ലുന്നവര് സോളിഡാരിറ്റിക്കാര്. മുന്നിൽ നിൽക്കുന്ന ആളാരാ? നേതാവ്. മുന്നിൽ നിൽക്കുന്ന ആൾക്ക് പറയുന്ന പേരാണ് നേതാവ്. ഉണ്ടോ? അപ്പൊ നേതാവ് എന്ന് പറഞ്ഞാല് നേതൃത്വം എന്ന് പറഞ്ഞാൽ ഉണ്ടംപുരിയൊന്നുമല്ല എടുത്തു കാണിക്കാൻ. നേരെ മറിച്ച് ഇതിനാണ് നേതൃത്വം എന്ന് പറയുന്നത്. ഗ്രോവാസു മുന്നിൽ നിന്നുകൊണ്ട് ഇതാ ഇമാമത്ത് നിന്നിട്ട് സത്യവാദ്യം ചൊല്ലിക്കൊടുക്കുക. സോളിഡാരിറ്റി കുട്ടികള് പുറകിൽ നിന്ന് ഏറ്റുചൊല്ലുക. ഉണ്ടോ? എന്നിട്ട് മറുപടിയോട് മറുപടിയാ. ഞങ്ങളുടെ നേതാക്കളൊന്നും അല്ല അവര്, ഞങ്ങളുടെ നേതൃത്വം അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളോട് എന്ത് ബന്ധമാണോ പുലർത്തുന്നത്, ആ ബന്ധം മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരല്ലാത്ത മുഴുവൻ മുസ്ലിമീങ്ങളും ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷികളോട് ഉള്ള ബന്ധം. ആ ബന്ധം ആ നിലക്കാണ് അവർ നിലനിർത്തുന്നത്, അല്ലെ? ഈ സോളിഡാരിറ്റിക്കാരൻ ഇപ്പറഞ്ഞ ആളുകളോടൊക്കെ ഏത് നിലക്കുള്ള ബന്ധമാണോ നിലനിർത്തുന്നത്, ആ ബന്ധം മാത്രമേ ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി അല്ലാത്ത മുഴുവൻ മുസ്ലിങ്ങളും അവർക്ക് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളോടുള്ളൂ. എന്നിട്ടും ജമാഅത്തുകാർ നമ്മളെ പരിഹസിക്കുക, മറ്റുള്ളവരെ പരിഹസിക്കുക, ജമാഅത്തുകാരല്ലാത്തവരെ പരിഹസിക്കുക. ഈ നിലക്ക് പരിഹാസമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ ചെയ്യണൊക്കെ തന്നെ ജമാഅത്ത് ഇസ്ലാമി ചെയ്യുന്നത്. മറ്റുള്ളവരെന്ത് ചെയ്യണോ അത് തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കും ചെയ്യാനുള്ളൂ, വേറൊന്നുമില്ല. കാരണം വെച്ചാൽ തങ്ങളുടെ പഴകിപ്പുളിച്ച വാദവുമായി നിലനിന്നാൽ ഇനി ഇന്ത്യ രാജ്യത്ത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നയം മാറ്റി കോലവും രൂപവും മാറ്റി ജമാഅത്തെ ഇസ്ലാമി മാറിക്കൊണ്ടിരുന്നു. എന്നിട്ട് മറ്റുള്ളവർ ചെയ്യണമൊക്കെ ചെയ്യാ, എന്നിട്ട് പറയാം ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾ മറ്റേ കോലത്തിലാണ്. ആ നിലക്ക് വോട്ട് ചെയ്തപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു വിശദീകരണം. വോട്ട് ചെയ്തു ജമാഅത്ത് ഇസ്ലാമി, നമ്മളൊക്കെ വോട്ട് ചെയ്ത പോലെ ജമാഅത്തുകാരന് വോട്ട് ചെയ്തപ്പോ ജമാഅത്തുകാരൻ പറയുന്നത് എന്താണെന്നറിയോ? അത് രാഷ്ട്രീയ ശിർക്കാണെന്നല്ല, നേരെ മറിച്ച് മറ്റുള്ളവർ ചെയ്യുന്നത്, ജമാഅത്തുകാരല്ലാത്ത ജമാഅത്തെ ഇസ്ലാമിക്കാരല്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ രാഷ്ട്രീയ ശിർക്ക. ആ ചെയ്യുന്ന വോട്ട് അത് ശിർക്കിന്റെ വോട്ടാണ്. എന്നാൽ ജമാഅത്തുകാർ ചെയ്യുന്ന വോട്ട് തൗഹീദിന്റെ വോട്ടാണ്. ഞാൻ വെറുതെ പറയല്ല, നേരെ മറിച്ച് ഷെയ്ഖ് മുഹമ്മദ് സാഹിബ് ഷൂറ മെമ്പർ അദ്ദേഹം തന്നെ പറയട്ടെ. മൂന്നാമത്തെ ഒരു കാര്യമാണ് ഇവിടെ പരിശോധനാ വിധേയമാക്കിയത്. അത് നിലവിൽ അനിസ്ലാമിക വ്യവസ്ഥയെ മാറ്റാൻ ശ്രമിക്കുന്നതോടൊപ്പം താവൂത്ത് വ്യവസ്ഥയെ തുളച്ചു നീക്കി ഇസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം ഇഖാമത്തുദ്ദീൻ അധിഷ്ഠിതമായ ഇസ്ലാമിക വ്യവസ്ഥയുടെ സ്ഥാപനത്തിന് വേണ്ടി ശ്രമിക്കുന്നതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിന്റെ ന്യായമായ നിഷേധിക്കപ്പെട്ട അവകാശങ്ങളുടെ സംരക്ഷണത്തിനും അവരുടെ സാംസ്കാരിക അസ്തിത്വ വ്യക്തിത്വ പരിരക്ഷണത്തിനും വേണ്ടി ഇലക്ഷൻ രാഷ്ട്രീയത്തെ ഉപയോഗിക്കാമോ എന്ന പ്രശ്നം ആലോചിക്കുകയുണ്ടായി. അതിനാണ് 1961 അനുകൂലമായ തീരുമാനമെടുത്തത്. പക്ഷേ എന്തുകൊണ്ട് നടപ്പാച്ച എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം. അന്ന് ജമാഅത്തെ ഇസ്ലാമി അതിന് അണികളോട് ചോദിച്ചു, നമുക്ക് എത്ര വോട്ട് കിട്ടും? നമ്മൾ വല്ല കാര്യവും പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും അംഗീകരിക്കാൻ മാത്രം നമ്മൾ ശക്തമാണോ, നമ്മൾ അതിന് മാത്രം വളർന്നിട്ടുള്ളോ എന്ന് പരിശോധിച്ചു. ഉണ്ട് എന്നന്ന് ബോധ്യമായില്ല. ഓരോ 4 കൊല്ലവും ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തകന്മാരോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, നമുക്ക് ഈ രാജ്യത്ത് രാഷ്ട്രീയ ഭരണമേഖലയിൽ തെരഞ്ഞെടുപ്പിലൂടെ നിയാമകമായ സ്വാധീനം ചെലുത്താൻ മാത്രം നാം ശക്തമാണോ എന്ന്. അത് ബോധ്യമാകുന്നതുവരെ കാത്തിരിക്കുകയാണ് ചെയ്തത്. അത് ബോധ്യമായപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ അനുവാദം നൽകുകയുണ്ടായി. ആ അനുവാദം നൽകാനുള്ള കാരണം ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ഉത്തമമായ താൽപര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, അഥവാ നിഷേധിക്കപ്പെടുന്ന ന്യായമായ അവകാശങ്ങളുടെ സംരക്ഷണം, സാംസ്കാരിക അസ്തിത്വ വ്യക്തിത്വ പരിരക്ഷണം, അതോടൊപ്പം മുസ്ലിം സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക, ഇതിന് വോട്ട് രേഖപ്പെടുത്താമെന്നാണ് തീരുമാനിച്ചത്. ആ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അതിൽ ആ വോട്ട് നൽകുന്ന സ്ഥാനാർത്ഥികൾ സാമാന്യന മൂല്യബോധമുള്ളവരാവണം, നല്ലവരാകണം എന്ന കാര്യം കൂടി തീരുമാനിക്കുകയുണ്ടായി. പക്ഷേ പലരും ധരിച്ചു മൂല്യമുള്ളവർക്ക് വോട്ട് നൽകുക എന്നതാണ് തെരഞ്ഞെടുപ്പ് അനുവദിച്ചതിന്റെ അടിസ്ഥാന കാരണമെന്ന്. അടിസ്ഥാന കാരണം അതല്ല. ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും സാംസ്കാരിക അസ്തിത്വ വ്യക്തിത്വ പരിരക്ഷണവും അവിടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ന്യായമായ അവകാശങ്ങളുടെ സംരക്ഷണവുമാണ്. അത് ഇഖാമത്തുദ്ദീന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇഖാമത്തുദ്ദീന്റെ ഭാഗമായാണ് ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ അനുമതി നൽകിയത്.
അപ്പോഴൊരു ചോദ്യം ഉന്നയിക്കാറുണ്ട്, ഇപ്പോൾ മുസ്ലിങ്ങളും മറ്റുള്ളവരും ജമാഅത്തെ ഇസ്ലാമിയും ഒരുപോലെ ആയില്ലേ? യഥാർത്ഥത്തിൽ ഇവിടെയാണ് മൗലികമായ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി വ്യക്തമായി പറയുന്നു, നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം അല്ലാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ജനങ്ങൾ കാണുന്ന അവകാശപ്പെടുന്ന ഭരണകൂടത്തിനാണെന്ന് വാദിക്കുന്ന നിലവിലുള്ള വ്യവസ്ഥ ഇസ്ലാമികമാണ്, ജാഹിലിയമാണ്, താവൂത്താണ്. അത് മാറ്റാൻ ആവശ്യമായ ബോധവൽക്കരണം ചെയ്യണം, ജനങ്ങളിൽ അതിനാവശ്യമായ പ്രചാരണം നടത്തണം. അങ്ങനെ നിലവിലുള്ള വ്യവസ്ഥയെ മാറ്റാൻ ശ്രമിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനത്തിൽ ശ്രമിക്കുന്നതോടൊപ്പം ആ ശ്രമങ്ങൾക്ക് ആവശ്യമായ സാഹചര്യവും ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ട കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടി വോട്ട് രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഖബറിന്റെ അടുത്ത് രണ്ടാളുകൾ ചെന്ന് നിൽക്കുന്നു. ഒരാൾ ഖബറിന്റെ ഉള്ളിലുള്ള ആളോട്, ഖബറിൽ കിടക്കുന്ന ആളോട് പ്രാർത്ഥിക്കാനാണ് ചെന്ന് നിൽക്കുന്നത്. മറ്റൊരാൾ ഖബറിലുള്ള ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ചെന്ന് നിൽക്കുന്നത്. അത് കാണുന്ന ആളുകൾ പറഞ്ഞു, രണ്ടു കൂട്ടരും ഒരുപോലെയല്ലേ? അതുപോലെയാണ് ദീനും രാഷ്ട്രീയവും ഭരണവും ഒക്കെ ദുനിയാവിന്റെ കാര്യമാണ്, അത് ജനങ്ങൾക്കാണ് കൂടുതൽ അറിയുക, അവരെ തീരുമാനിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടമുള്ള നിലപാട് സ്വീകരിക്കുവാൻ അനുവദിക്കുന്ന, അതിനെ ദീനുമായി ബന്ധിപ്പിക്കാത്ത ആളുകളും അതേസമയം അത് ദീനിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ രാഷ്ട്രീയവും ഭരണവും തീരുമാനിക്കാവൂ എന്നും ദീനി അടിസ്ഥാനത്തിൽ ഇപ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി മുസ്ലിം സമുദായത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തണമെന്ന ഇസ്ലാമികമായ തീരുമാനമെടുത്തുകൊണ്ട് അത് ചെയ്യുകയും ചെയ്യുന്നത് രണ്ട് വ്യത്യസ്തമായ അടിത്തറകളിൽ നിന്ന് ചെയ്യുന്ന കാര്യമാണ്. ഇതിനെ വ്യത്യസ്തമായ നിലയിൽ കാണുവാനുള്ള ആദർശപരമായ ബോധമാണ് മുസ്ലിം സമൂഹം ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ട് എനിക്ക് എന്റെ മുജാഹിദ് സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ചെയ്യുന്നത് ഒരു പക്ഷേ ജമാഅത്ത് ഇസ്ലാമിക്കാർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കും ചെയ്യാനുണ്ടാവുക. പക്ഷെ നിങ്ങൾ അടിസ്ഥാനം തെറ്റിയിരിക്കുന്നു. അതുകൊണ്ട് അടിസ്ഥാനത്തെ തിരുത്തേണ്ടതുണ്ട്. ഭൗതിക കാര്യമാണ്, ദുന്യാവിന്റെ കാര്യമാണ്, ജനങ്ങൾക്കാണ് അറിയുക, ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും ഓരോ അംഗത്തിനും മെമ്പർക്കും വ്യക്തികൾക്കും ഇഷ്ടം പോലെ വിട്ടുകൊടുക്കുന്നതിന് പകരം ഇസ്ലാമിക അടിസ്ഥാനത്തിൽ തീരുമാനിക്കുക, ദീനിന്റെ വെളിച്ചത്തിരിക്കുക, ആ തീരുമാനം ദീനിയായ തീരുമാനമായി അംഗീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പോലും അതിന്റെ അടിത്തറ നന്നാവേണ്ടതുണ്ട്. നിയ്യത്ത് നന്നാവാതെ, അടിസ്ഥാനം നന്നാവാതെ കാര്യം നന്നാവുകയില്ല എന്നാണ് എനിക്ക് മുജാഹിദ് സുഹൃത്തുക്കളോട് ഉണർത്തുവാനുള്ളത്. ഇപ്പൊ നിയ്യത്തിലായി പ്രശ്നം, നേരത്തെ പ്രവൃത്തിയിലായിരുന്നു പ്രശ്നം, ഇപ്പൊ പറഞ്ഞ നിയ്യത്തിലാ പ്രശ്നം. കണ്ടോ, ആദ്യം പറഞ്ഞത് വോട്ട് ചെയ്യലാ ശിർക്ക്, വോട്ട് ചെയ്യൽ ശിർക്കാണ്, വോട്ട് ചെയ്യൽ കുഫ്രാണ്, അത് ഇസ്ലാമിക വിരുദ്ധമാണ്, അത് താഗൂത്തിനുള്ള ഓശാന പാടലാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ പറയാം നിയ്യത്താ തെറ്റ്.